ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും സഹകാരി റേസ് പ്ലസിൻ്റെ പുതിയൊരു സെഷനിലേക്ക് ഹാർദമായ സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സിമെൻറ്റ് ആൻഡ് പെയിൻറ്റ്, ഈ രണ്ട് ടോപ്പിക്സുമാണ്. അപ്പോൾ ഇതിനകത്തുള്ള ഒരുവിധപ്പെട്ട എല്ലാ ഡീറ്റെയിൽസും, അതായത് നമ്മുടെ സിലബസിൽ കവർ ചെയ്തിരിക്കുന്ന നമ്മുടെ എക്സാമിന് വേണ്ടിയുള്ള, അതായത് എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ആ കണ്ടൻറ്റുകളെല്ലാം നമ്മൾ ഈ ഒരു ഭാഗത്ത്, സിമെൻറ്റിൻ്റെയും പെയിൻറ്റിൻ്റെയും ഈ ഒരു ഭാഗത്ത് നമ്മൾ കവർ ചെയ്യുന്നതാണ്. ഓക്കെ, നമുക്കപ്പോൾ ക്ലാസ്സിലേക്ക് കിടക്കാം. സിമെൻറ്റ് അഥവാ പോർട്ട്ലാൻഡ് സിമെൻറ്റ്. ഈ പോർട്ട്ലാൻഡ് സിമെൻറ്റ്, ആ പേര് ചിലപ്പോൾ നിങ്ങൾ കുഞ്ഞിലേക്ക് കണ്ടിട്ടുണ്ടാകും, പല സ്ഥലങ്ങളിലൊക്കെ കണ്ടിട്ടുണ്ടാകും. പണ്ടത്തെ കുഞ്ഞിലത്തേക്ക് ഒരു ഡൗട്ടായിരിക്കും. എനിക്കൊക്കെ അങ്ങനെ പണ്ട് ഡൗട്ട് തോന്നിയിട്ടുള്ളത് ഈ എന്താണ് പോർട്ട്ലാൻഡ് സിമെൻറ്റ്, പക്ഷെ അന്ന് അറിയത്തില്ലായിരുന്നു. അപ്പോൾ എന്താ പോർട്ട്ലാൻഡ് സിമെൻറ്റ്? അപ്പോൾ നമുക്ക് ആ ഒരു ക്യൂരിയോസിറ്റിയിൽ നിന്ന് തന്നെ തുടങ്ങാം. വേറെ ഒന്നുമല്ല, ശരിക്കും പറഞ്ഞാൽ ഇംഗ്ലണ്ടിലെ ഒരു പ്രദേശമായ ഐൽ ഓഫ് പോർട്ട്ലാൻഡ് എന്ന് പറയുന്ന സ്ഥലത്തിൽ നിന്നാണ് ശരിക്കും ഈ പോർട്ട്ലാൻഡ് സിമെന്റ് എന്ന് പറയുന്ന ഒരു പേര് വന്നത്. ശരിക്കും പറഞ്ഞാൽ രണ്ടും സെയിം തന്നെ, സിമെന്റിനെ തന്നെയാണ് പോർട്ട്ലാൻഡ് സിമെന്റ് എന്ന് പറയുന്നത്. അതിന്റെ കാരണം എന്താന്ന് വെച്ചാൽ അവിടുത്തെ ഒരു നാച്ചുറൽ ലൈംസ്റ്റോൺ ആയിട്ട് ഭയങ്കര റിസംബ്ലൻസ് ആണ് നമ്മുടെ ഈ പറയുന്ന സിമെന്റിന്. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ഒരു പേര് വന്നത്. ഈ പോർട്ട്ലാൻഡ് സിറ്റി എന്ന് പറയുന്ന ഒരു സ്ഥലം US-യിലുണ്ട്, അത് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള സ്ഥലമാണ്. ഇപ്പം ചിലപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഒക്കെ വരാം, ഈ പോർട്ട്ലാൻഡ് എന്ന് പറയുന്ന പേര് അല്ലെങ്കിൽ പോർട്ട്ലാൻഡ് സിറ്റി ഏത് സ്ഥലത്താണ്, ഇങ്ങനെയൊക്കെ ഒരു ക്വസ്റ്റ്യൻ വരാം. അപ്പോൾ ഓർത്ത് വെച്ചുകൊള്ളുക, പോർട്ട്ലാൻഡ് എന്ന് പറയുന്ന ഇംഗ്ലണ്ടിലുള്ള സ്ഥലമാണ്, US-യിലും ഫേമസ് ആയിട്ടുള്ള ഒരു സ്ഥലമുണ്ട്, പക്ഷേ ഇവിടുത്തെ പോർട്ട്ലാൻഡ് അതല്ല. അപ്പോൾ നമ്മുടെ സിമെന്റ് നമുക്കറിയാം, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ് സിമെന്റ് എന്ന് പറയുന്നത്. ഈ പറയുന്ന പലപ്പോഴും നമ്മുടെ ഈ പെട്രോളിയം പോലെയൊക്കെ ഉള്ള പ്രോഡക്ട്സ് പോലെയുള്ള, ഈ പല രാജ്യങ്ങളിൽ നിന്ന് നമ്മൾ വരുത്തുന്ന പെട്രോളിയം പോലെയുള്ള പ്രോഡക്ട്സ് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സാധനമാണ് നമ്മുടെ സിമെന്റ്. സിമെന്റ് ഇല്ലാണ്ട് നമുക്ക് കൺസ്ട്രക്ഷൻ എന്ന് പറയുന്ന ഒരു സംഭവത്തിനെ പറ്റി ചിന്തിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ്. ഇവിടെ നമ്മുടെ നാട്ടിൽ മാത്രമല്ല, ലോകം മൊത്തം ആ ഒരു സാഹചര്യമാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ് സിമെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ സിമെന്റ് എന്ന് പറയുന്നത് ഈ പറയുന്ന 1824 ജോസഫ് ആസ്റ്റിൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് ആദ്യമായിട്ട് ഈ സിമെന്റ് എന്ന് പറയുന്ന ഒരു സംഭവം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. പോർട്ട്ലാൻഡ് സിമെന്റ് എന്നും പറയും, കാരണം അത് എന്താണെന്ന് വെച്ചാൽ ഇംഗ്ലണ്ടിലെ ഐൽ ഓഫ് പോർട്ട്ലാൻഡിൽ നിന്നുള്ള ലൈം സ്റ്റോണുമായിട്ട് ഭയങ്കര സിമിലാരിറ്റിയാണ് നമ്മുടെ സിമെന്റിന്. അപ്പോൾ സിമെന്റിനെ പറ്റി ഇനി അടുത്ത സിമെന്റിന്റെ കോൺസ്റ്റിറ്റ്യുവൻസിന്റെ ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം, സിമെന്റിൽ ഏറ്റവും കൂടുതൽ വരുന്നത് ലൈമാണ്. ലൈം അഥവാ കാൽഷ്യം ഓക്സൈഡ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും മേജർ ആയിട്ടുള്ള കോൺസ്റ്റിറ്റ്യുവൻ്റ് എന്ന് പറയുന്നത്. അതിൻ്റെ കൂടെ തന്നെ ക്ലേ ഉണ്ട്. ക്ലേ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ ക്ലേയിൽ സിലിക്ക, ഈ പറയുന്ന ക്ലേ അറിയാമല്ലോ നമുക്ക്, ഈ പറയുന്ന സിലിക്ക അതൊക്കെ ചേർന്ന സാധനമാണ് ക്ലേ. അതായത് സിലിക്ക അതേപോലെ തന്നെ അലുമിനിയം അയൺ മെഗ്നീഷ്യം ഓക്സൈഡ്സ്, അലുമിനിയം ഓക്സൈഡും അയൺ ഓക്സൈഡും മെഗ്നീഷ്യം ഓക്സൈഡും എല്ലാം കൂടെ ചേരുന്ന ഒരു സാധനമാണ് നമ്മുടെ സിമെന്റ്. ഇതിൽ കാൽഷ്യം ഓക്സൈഡ് അഥവാ നമ്മുടെ ലൈമിന്റെ പെർസെൻറ്റേജ് ഭയങ്കര കൂടുതലാണ്. ഏകദേശം പകുതിയോളം ഭാഗം ലൈമിന്റെ പെർസെൻറ്റേജ് വരുന്നുണ്ട്. ഈ അയൺ ഓക്സൈഡ്, അലുമിനിയം ഓക്സൈഡ്, മെഗ്നീഷ്യം ഓക്സൈഡ് ഒക്കെ വളരെ ചെറിയ പെർസെൻറ്റേജിൽ മാത്രമേ സിമെന്റിൽ കാണാൻ സാധിക്കുള്ളൂ. അതിനെപ്പറ്റി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. കോമ്പോസിഷൻ ഓഫ് പോർട്ട്ലാൻഡ് സിമെന്റ്. അപ്പോൾ ഞാൻ പറഞ്ഞു, നമ്മുടെ കാൽഷ്യം ഓക്സൈഡ് അഥവാ ലൈം ഈ ഒരു സാധനമാണ് ഏറ്റവും മേജർ ആയിട്ടുള്ള കോൺസ്റ്റിറ്റ്യുവൻ്റ്. ഏകദേശം സിമെന്റിന്റെ പകുതി എന്ന് പറയുന്നത് ഈ കാൽഷ്യം ഓക്സൈഡ് അഥവാ ലൈമാണ്. പിന്നെ അത് കഴിഞ്ഞാൽ സിലിക്കൺ ഡയോക്സൈഡ് വരും. സിലിക്കൺ ഡയോക്സൈഡ് ഏകദേശം ഒരു 1/4 ഭാഗം, അതായത് ഒരു 20-25 ഭാഗം വരെയൊക്കെ സിലിക്കൺ ഡയോക്സൈഡ് ആണ്. ബാക്കിയുള്ള കോൺസ്റ്റിറ്റ്യുവൻസ് ഒക്കെ വളരെ കുറവാണ്. ഇപ്പോൾ അലുമിനിയം ഓക്സൈഡ്, പക്ഷേ ഈ കോൺസ്റ്റിറ്റ്യുവൻസ് ഇമ്പോർട്ടൻ്റ് ആണ്, കോൺസ്റ്റിറ്റ്യുവൻസിന്റെ പെർസെൻറ്റേജ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അലുമിനിയം ഡയോക്സൈഡ് 5-10% വരെ, മെഗ്നീഷ്യം ഓക്സൈഡ് 2-3% വരെ, അയൺ ഓക്സൈഡ് 1-2 ഇതൊക്കെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അയൺ ഓക്സൈഡ് 1-2% വരെ, അതേപോലെ തന്നെ SO3 സൾഫർ ട്രയോക്സൈഡ് 1-2% വരെ. ശരിക്കും പറഞ്ഞാൽ നല്ലൊരു സിമെന്റിന് കുറേ പ്രോപ്പർട്ടീസ് ഉണ്ട്. ഈ പറയുന്ന നമ്മുടെ സിലിക്കയും അതേപോലെ തന്നെ അലുമിനിയം തമ്മിലുള്ള റേഷ്യോ, അല്ലെങ്കിൽ നമ്മുടെ സിലിക്കൺ ഡയോക്സൈഡും അതേപോലെ തന്നെ അലുമിനിയം ഓക്സൈഡും തമ്മിലുള്ള റേഷ്യോ 2.5-ന്റെയും 4-ന്റെയും ഇടയിലായിരിക്കണം. അതായത് നമ്മുടെ സിമെന്റിന്റെ അകത്തുള്ള കോമ്പോസിഷനിനകത്ത്, അതിന്റെ കണ്ടന്റിന്റെ അകത്ത് സിലിക്ക ടു അലുമിനിയ റേഷ്യോ അല്ലെങ്കിൽ സിലിക്കൺ ഡയോക്സൈഡ് ടു അലുമിനിയം ഓക്സൈഡിന്റെ റേഷ്യോ 2.5-ന്റെ ഇടയിലും അതേപോലെ തന്നെ 4-ന്റെ ഇടയിലായിരിക്കണം ഒരു ഗുഡ് ക്വാളിറ്റി ഓഫ് സിമെന്റ് ആവാൻ. അപ്പോൾ ഇതിലുള്ള പല കാര്യങ്ങൾക്കും പല പല സ്പെഷ്യാലിറ്റീസ് ഉണ്ട്. ഓരോ സാധനങ്ങൾ നമ്മൾ ചേർക്കുന്നതനുസരിച്ച്, നമ്മൾ സിമെന്റിന്റെ കേസ് പഠിക്കും, അതേപോലെ തന്നെ ഈ പാർട്ടിൽ തന്നെ നമ്മൾ പെയിന്റിന്റെ കോമ്പോസിഷൻ പഠിക്കും. അപ്പോൾ അതിലൊക്കെ തന്നെ നമ്മൾ
ചെലവ് കുറയ്ക്കാൻ വേണ്ടി ആഡ് ചെയ്യുന്ന ചില സാധനങ്ങളുണ്ട്. ഈ ചെലവ് കുറയ്ക്കാൻ വേണ്ടി ആഡ് ചെയ്യുന്ന സാധനങ്ങളെ ഫില്ലേഴ്സ് എന്നൊക്കെ പറയും, ഇനേർട്ട് ഫില്ലേഴ്സ് എന്നൊക്കെ പറയും. അപ്പോൾ ഈ ഫില്ലേഴ്സ് ഒക്കെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ചെലവ് കുറയ്ക്കാൻ, വോളിയം കൂട്ടാനൊക്കെ വേണ്ടി യൂസ് ചെയ്യുന്ന സാധനം. എന്നാൽ പോലും ആ ഫില്ലറിന് പോലും ചെറിയ ചെറിയ പെക്യൂലിയാരിറ്റീസ് അല്ലെങ്കിൽ സ്പെസിഫിക്കേഷൻസ് സിമെന്റിന് കൊടുക്കാൻ സാധിക്കും. അല്ലെങ്കിൽ അതിന് പോലും ഈ നമ്മുടെ കണ്ടന്റ് കൂട്ടാൻ വേണ്ടി, വോളിയം കൂട്ടാൻ വേണ്ടി ആഡ് ചെയ്യുന്ന വില കുറഞ്ഞ സാധനങ്ങൾക്ക് വരെ എന്താ ചില പെക്യൂലിയാരിറ്റീസ്, നമ്മുടെ ചില ഗുണങ്ങൾ നമ്മുടെ സിമെന്റിനും അതേപോലെ തന്നെ നമ്മുടെ പെയിന്റിനൊക്കെ കൊടുക്കും. അപ്പോൾ അതേപോലെ തന്നെ ആൻഡ് ദ റേഷ്യോ ഓഫ് ലൈമും അതേപോലെ തന്നെ ബാക്കിയുള്ള ഓക്സൈഡ്സ്, അതായത് സിലിക്കൺ ഡയോക്സൈഡ്, അലുമിനിയം ഓക്സൈഡ്, അയൺ ഓക്സൈഡ്, അപ്പോൾ ഇവരുടെ ഒരു റേഷ്യോയും 2 ആയിരിക്കണം. ഇവരുടെ ഒരു റേഷ്യോ എന്ന് പറഞ്ഞാൽ ഒന്നുകൂടെ ഞാൻ അത് പറയാം. ആദ്യത്തെ റേഷ്യോ എന്ന് പറയുന്ന സിലിക്ക ടു അലുമിനിയ, അതിൻ്റെ റേഷ്യോ 2.5-നും 4-നും ഇടയിലായിരിക്കണം. അതേപോലെ തന്നെ നമ്മുടെ ലൈമ്, അതായത് കാൽഷ്യം ഓക്സൈഡും മറ്റ് ഓക്സൈഡുകൾ എല്ലാം കൂടെ ചേരുന്നതും അതേപോലെ തന്നെ ലൈം ഓക്സൈഡിൻ്റെയും ഒരു റേഷ്യോ എന്ന് പറയുന്നത് 2 ആയിരിക്കണം. 2:1 എന്നുള്ള ഒരു റേഷ്യോ, 2 മീൻസ് 2:1 എന്നുള്ള ഒരു റേഷ്യോയിലായിരിക്കണം. ഇനി നമ്മുടെ ഈ പറയുന്ന സിമെന്റിന്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ മേജർ കമ്പണന്റ് എന്ന് പറയുന്നത് ലൈം ആണെന്ന് നമ്മൾ പറഞ്ഞു. ഇപ്പോൾ ലൈമ് ഏകദേശം 50% ലൈമാണ്, അഥവാ കാൽഷ്യം ഓക്സൈഡ് ആണ്. ചുണ്ണാമ്പിന്റെ കാര്യങ്ങളാണ്, ചുണ്ണാമ്പുമായി ബന്ധപ്പെട്ട സംഭവങ്ങളാണ്. അപ്പോൾ കാൽഷ്യം ഓക്സൈഡ് ആണ് ഏകദേശം പകുതിയോളം എന്ന് പറഞ്ഞായിരുന്നു. മെയിൻ കണ്ടന്റ് എന്ന് പറയുന്ന ലൈം സ്റ്റോണും ക്ലേയുമാണ്. കാര്യങ്ങൾ നമ്മൾ പറഞ്ഞായിരുന്നു. ക്ലേ ഇത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, അതായത് നമ്മുടെ സിമെന്റിന്റെ ഫോർമേഷൻ എങ്ങനെയാണെന്ന് വെച്ചാൽ, ഈ ലൈമും ക്ലേയും ഹൈ ഹീറ്റ് ചെയ്യിപ്പിച്ചെടുക്കും. അതായത് നമ്മുടെ ക്ലേയും ലൈമും വളരെ ഹൈ ഹീറ്റിൽ നമ്മൾ ചൂടാക്കി എടുക്കുന്ന സമയത്ത് സിമെന്റ് ക്ലിങ്കർ എന്ന് പറയുന്ന ഒരു സാധനം വരും. അതാണ് ശരിക്കും ഫസ്റ്റ് ഭാഗം. ഈ സിമെന്റിന്റെ മാനുഫാക്ചറിങ്ങിൽ ആദ്യത്തെ ഒരു കമ്പണന്റ് അല്ലെങ്കിൽ ആദ്യത്തെ ഒരു പ്രോഡക്റ്റ് ആണ് സിമെന്റ് ക്ലിങ്കർ എന്ന് പറയുന്നത്. സിമെന്റ് ക്ലിങ്കർ എങ്ങനെയാണെന്ന് വെച്ചാൽ, കല്ലുകൾ പോലെ സിമെന്റിന്റെ കട്ടകൾ, ഇപ്പം നമ്മുടെ സിമെന്റ് കട്ടകൾ നമ്മുടെ കുഞ്ഞായിട്ട് നമ്മുടെ ഒരു കുഞ്ഞ് ഏകദേശം ഒരു ഈ സൈസിലൊക്കെ ഉള്ള ഒരു കുഞ്ഞു കട്ടകൾ, സിമെന്റിന്റെ കട്ടകൾ, ഇതിനെയാണ് സിമെന്റ് ക്ലിങ്കർ എന്ന് പറയുന്നത്. ശരിക്കും സിമെന്റിന്റെ കട്ടകളല്ല, സിമെന്റിന്റെ നമ്മളിപ്പോൾ ഒരു ഇതേപോലെ കുറെ കട്ടകളായാൽ എങ്ങനെ ഇരിക്കും, അതേപോലെയാണ് ഈ സിമെന്റ് ക്ലിങ്കർ എന്ന് പറയുന്ന സാധനം ഉണ്ടാവുന്നത്. ഈ സിമെന്റ് ക്ലിങ്കറിൽ നിന്നാണ് പിന്നീട് സിമെന്റ് ഫോം ആവുന്നത്. അപ്പോൾ ഈ ക്ലിങ്കർ ആണ് എങ്ങനെയാണെന്ന് വെച്ചാൽ, ദിസ് ക്ലിങ്കർ ഈസ് മിക്സ്ഡ് വിത്ത് 2 to 3% ബൈ വെയിറ്റ് ഓഫ് ജിപ്സം. ഈ ക്ലിങ്കറിന്റെ കൂടെ ജിപ്സം ആഡ് ചെയ്യും സിമെന്റ് ഫോം ചെയ്യാൻ വേണ്ടി. ജിപ്സത്തിന് കുറേ കാര്യങ്ങളുണ്ട്, സെറ്റിംഗ് ആയി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളുണ്ട്, നമുക്ക് അതിലേക്ക് വരാം. അപ്പോൾ ഈ ക്ലിങ്കർ ഒന്ന് ഓർത്ത് വെച്ചോളുക. സിമെന്റ് ക്ലിങ്കർ സിമെന്റിന്റെ മാനുഫാക്ചറിങ്ങിന്റെ ഇടയിൽ വരുന്ന ഒരു പ്രോഡക്റ്റ് ആണ്. ആദ്യം സിമെന്റ് ക്ലിങ്കർ ആണ് ഫോർമേഷൻ വരുന്നത്, അതിനുശേഷമാണ് സിമെന്റ് വരുന്നത്. ഈ സിമെന്റ് ക്ലിങ്കർ ആണ് നമ്മുടെ ക്ലേയും അതേപോലെ തന്നെ ലൈമും ഹീറ്റ് ചെയ്യുന്ന സമയത്ത് അത് ഫ്യൂസ് ചെയ്ത് ഉണ്ടാവുന്ന ഒരു പ്രോഡക്റ്റ് ആണ് സിമെന്റ് ക്ലിങ്കർ. അതിലേക്ക് നമ്മൾ ജിപ്സം ആഡ് ചെയ്യും. ജിപ്സത്തിന്റെ കെമിക്കൽ ഫോമുല ധാരാളം പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. CaSO4.2H2O, CaSO4.2H2O, അതാണ് ജിപ്സത്തിന്റെ ഫോമുല. ഇമ്പോർട്ടൻറ്റ് ഇൻഗ്രീഡിയൻസ് പ്രസന്റ് ഇൻ പോർട്ട്ലാൻഡ് സിമെന്റ് ആർ ഡൈകാൽഷ്യം സിലിക്കേറ്റ്, Ca2SiO4 26%, അതേപോലെ തന്നെ ട്രൈകാൽഷ്യം സിലിക്കേറ്റ് Ca3SiO5 51% ആൻഡ് ട്രൈകാൽഷ്യം അലുമിനേറ്റ് Ca3Al2O6 അത് 11%. ഈ പേരുകളും അതേപോലെ തന്നെ അതിൻ്റെ എല്ലാത്തിൻ്റെയും കെമിക്കൽ ഫോമുലാസും കൂടെ, ഒരുവിധം കെമിക്കൽ ഫോമുലാസ് ഒക്കെ നമ്മൾ കുഞ്ഞ് സ്കൂൾ ക്ലാസ്സുകളിൽ ഇപ്പോൾ ജിപ്സം ഇതൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് അറിയാമായിരിക്കും ഓൾറെഡി. അതേപോലെ തന്നെ കുറേ സാധനങ്ങൾ ഇപ്പോൾ ഒരുവിധം കെമിസ്ട്രി അറിയാമെന്നുള്ള ഒരാളാണ് എങ്കിൽ ഇപ്പോൾ ഡൈകാൽഷ്യം സിലിക്കേറ്റ് ഇതൊക്കെ ഇതാണെന്ന് അറിയാമായിരിക്കും അറ്റ്ലീസ്റ്റ്. അപ്പോൾ അങ്ങനെ അറിയാമെന്നുള്ള ആൾക്കാരാണെങ്കിൽ അറ്റ്ലീസ്റ്റ് ഇതിൻ്റെ പേര് ചിലപ്പോൾ നമ്മൾ മറന്നു, പേരെങ്കിലും ഓർത്തു ഇരിക്കുക. ഇനി സിമെന്റിന്റെ സെറ്റിങ്ങിനെ പറ്റി ശരിക്കും പറഞ്ഞാൽ, സിമെന്റിന്റെ സെറ്റിംഗ് നമുക്കറിയാം. നമ്മുടെ വീട്ടിലൊക്കെ ഈ സിമെന്റ് ഇടുന്ന സമയത്ത് പറയുന്ന ഒരു പരിപാടിയുണ്ട്, അല്ലെങ്കിൽ സിമെന്റ് ഇട്ടതിന് ശേഷം പറയും വെള്ളം ഒഴിക്കണം. സിമെന്റിൽ വെള്ളം ഒഴിച്ചാൽ മാത്രമേ സിമെന്റ് കട്ടിയാവുള്ളൂ, അല്ലെങ്കിൽ ക്രാക്കുകൾ ഫോം ചെയ്യും. ഇപ്പം നിങ്ങൾ പല ഈ കൺസ്ട്രക്ഷനൊക്കെ നടത്തുന്ന, അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലൊക്കെ തന്നെ എവിടെയെങ്കിലുമൊക്കെ സിമെന്റ് ഇട്ട് കഴിഞ്ഞിട്ട് വെള്ളം കുറേ ദിവസം കഴിയുമ്പോഴത്തേക്ക് അതിൽ പൊട്ടലും വിള്ളലും ഒക്കെ കാണും. വളരെ പെട്ടെന്ന് തന്നെ പൊട്ടലും വിള്ളലും ഒക്കെ നമ്മൾ കാണാറുണ്ട്, വലിയ രീതിയിലുള്ള പൊട്ടലും വിള്ളലും. അപ്പം അതിൻ്റെ കാരണമായിട്ട് പറയുന്നത് വെള്ളം പ്രോപ്പറായിട്ട് ഒഴിക്കാത്തതുകൊണ്ടാണ്. ശരിക്കും ഈ സിമെന്റ് എന്ന് പറയുന്ന സാധനം
ശരിക്കും സിമെന്റ് കട്ടിയാവാൻ ഏറ്റവും കൂടുതൽ വേണ്ട സാധനങ്ങളിൽ ഒന്നാണ് വെള്ളം. ഈ ഹൈഡ്രേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നോർമൽ സിമെന്റ് ഒക്കെ ആണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഒരാഴ്ച വരെ ഒരു ദിവസം 5-6 പ്രാവശ്യം വെള്ളം നനയ്ക്കണമെന്നാണ്. ഈവൻ വളരെ പെട്ടെന്ന് കട്ടിയാവുന്ന വൈറ്റ് സിമെന്റ് പോലെയുള്ള സാധനങ്ങൾ വളരെ ഫാസ്റ്റ് ആയിട്ട് കട്ടിയാവുന്ന നമുക്ക് അറിയാവുന്ന സാധനമാണ് ഈ വൈറ്റ് സിമെന്റ്. പക്ഷെ അതിന് പോലും ഒരു 5-6 ദിവസം 3-4 നേരം വെച്ച് വെള്ളം ഒഴിക്കണം, അല്ലെങ്കിൽ അതിലും ഭയങ്കരമായി ക്രാക്സ് ഫോം ചെയ്യും. ഞാൻ ഈ പറയാൻ വന്ന ഇത്രയേ ഉള്ളൂ. ഈ പറയുന്ന സിമെന്റ് സെറ്റിംഗ് ചെയ്യുന്ന പ്രോസസ്സാണ് നമ്മൾ ഇനി അടുത്ത പഠിക്കാൻ പോകുന്നത്. ഇപ്പൊ സിമെന്റ് സെറ്റ് ചെയ്യുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ ഹൈഡ്രേഷൻ പ്രോസസ്സ് വഴിയാണ്. ഈ നമ്മൾ സിമെന്റിൽ വെള്ളം കയറുന്ന, അതായത് സിമെന്റ് ഉണങ്ങുന്ന സമയത്ത് അതിൻ്റെ അകത്തുള്ള വാട്ടർ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിൻ്റെ അകത്ത് വെള്ളത്തിന്റെ അംശം ഉണ്ടെങ്കിൽ ഈ സിമെന്റിന്റെ അകത്തുള്ള മോളിക്യൂൾസുമായി ഒരു റിയാക്ഷൻ നടക്കും. സിമെന്റിന്റെ അകത്തുള്ള മോളിക്യൂൾസുമായി വാട്ടർ മോളിക്യൂൾസ് റിയാക്ട് ചെയ്യും. അപ്പോൾ അങ്ങനെ ഈ ഹൈഡ്രേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് വരും. ഈ ഒരു റിയാക്ഷന്റെ സമയത്താണ് ശരിക്കും സിമെന്റ് ഹാർഡൺ ആവുന്നത്. അതേപോലെ തന്നെ വളരെ ടൈം എടുത്ത് വേണം സിമെന്റ് സെറ്റ് ആവാൻ. വളരെ ഫാസ്റ്റായിട്ട് സെറ്റായി, അതായത് ഈ ഹൈഡ്രേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് ഭയങ്കരമായി കുറഞ്ഞു. അല്ല എങ്കിൽ ഡ്രയേഴ്സ് എന്ന് പറയുന്ന കോൺസ്റ്റിറ്റ്യുവൻസ് ഉണ്ട്, ചില കമ്പണൻസ് ഉണ്ട് ഡ്രയേഴ്സ്, അതായത് ഈ സിമെന്റും പെയിന്റിലൊക്കെ ചേർക്കുന്ന ഒരു സാധനം, പെട്ടെന്ന് ഉണങ്ങാൻ വേണ്ടിയൊക്കെ ചേർക്കുന്നത്. അപ്പം അതിൻ്റെ കണ്ടന്റ് കൂടിയാലും ഇതേപോലെ തന്നെ വിള്ളലുകളൊക്കെ സംഭവിക്കാറുണ്ട്. അപ്പം നമുക്കതൊന്ന് വായിക്കുമ്പോൾ അത് മനസ്സിലാവും. സെറ്റിംഗ് ഓഫ് സിമെന്റ്. When mixed with water, the setting of cement takes place to give a hard mass. This is due to the hydration of molecules of the constituents and their rearrangement. ഇതാണ് ശരിക്കും സംഭവിക്കുന്നത്. നമ്മുടെ ഈ പറയുന്ന സിമെന്റിന്റെ അകത്ത് വെള്ളം മിക്സ് ആവുന്ന സമയത്ത് ഈ സിമെന്റിന്റെ അകത്തുള്ള മോളിക്യൂൾസ് റീഅറേഞ്ച് ആവും, അതിനുശേഷം അത് ഹാർഡൺ ആവും. അങ്ങനെയാണ് ശരിക്കും സിമെന്റിന്റെ സെറ്റിംഗ് നടക്കുന്നത്. The purpose of adding gypsum is only ഇനി അടുത്ത ജിപ്സത്തിന്റെ കാര്യം കൂടെ. ശരിക്കും പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു സിമെന്റ് ക്ലിങ്കറിന്റെ കാര്യം പറഞ്ഞായിരുന്നു. ആദ്യം സിമെന്റ് ക്ലിങ്കർ എന്ന് പറയുന്ന കട്ടകളാണ് ആദ്യമായിട്ട് വരുന്നത്, അതിനുശേഷമാണ് പിന്നെ സിമെന്റ് വരുന്നത്. സിമെന്റ് എന്ന് പറയുന്നത് നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന ആ ഒരു തരി ഫോമിൽ അല്ലെങ്കിൽ പൗഡേർഡ് ഫോമിലായിട്ടുള്ള സിമെന്റ് ആവുന്നതെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഈ നമ്മുടെ സിമെന്റ് ക്ലിങ്കറിൽ ജിപ്സം ആഡ് ചെയ്യും. ഈ ജിപ്സം ആഡ് ചെയ്യുന്നതിന്റെ മെയിൻ കാരണം എന്താന്ന് വെച്ചാൽ ഈ സെറ്റിങ്ങിനെ സ്ലോ ഡൗൺ ചെയ്യുക, അതായത് ഈ സിമെന്റ് ഉറയ്ക്കുന്നത് വളരെ സ്ലോ ആക്കുക. അതിന്റെ ഉദ്ദേശം ഇത്രയേ ഉള്ളൂ, ഈ ക്രാക്സും വിള്ളലൊന്നും ഉണ്ടാവാതെ വളരെ സ്ട്രോങ് ആയിട്ട് സിമെന്റ് സെറ്റ് ആവുക. The purpose of adding gypsum is only to slow down the process of setting of the cement so that it gets sufficiently hardened. വളരെ സമയം എടുത്ത് വേണം ശരിക്കും പറഞ്ഞാൽ സിമെന്റ് സെറ്റ് ആവാൻ, വളരെ ഫാസ്റ്റ് ആയിട്ട് സെറ്റ് ആവാനേ പാടില്ല. അതിൻ്റെ ഡ്യൂറബിലിറ്റി കുറയ്ക്കും. വളരെ ഫാസ്റ്റ് ആയിട്ടാണ് സിമെന്റ് സെറ്റ് ആവുന്നത് എങ്കിൽ ഡ്യൂറബിലിറ്റി ഭയങ്കരമായി അത് കുറയ്ക്കും. അതായത് ക്രാക്ക് പോലെയുള്ള കാര്യങ്ങൾ വളരെ പെട്ടെന്ന് വീഴും. ഇനി അടുത്ത യൂസസ്. സിമെന്റ് ഹാസ് become a commodity of national necessary for any country next to iron and steel. ഇപ്പം ഞാൻ തുടക്കത്തിൽ പറഞ്ഞായിരുന്നു, ശരിക്കും പറഞ്ഞാൽ സിമെന്റ് എന്ന് പറയുന്നതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ പലയിടത്തേക്കും സിമെന്റ് എക്സ്പോർട്ടിംഗ് ഉണ്ട്, അതേപോലെ തന്നെ പല സ്ഥലങ്ങളിൽ നിന്നും നമ്മുടെ ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്. പണ്ട് കാലങ്ങളിൽ ഇന്ത്യ പാകിസ്ഥാൻ പ്രശ്നം ഒക്കെ ഉണ്ടായിരുന്ന ഒരു സമയത്ത്, ഇപ്പോഴും പ്രശ്നമുണ്ടോ, ഇടക്കാലത്ത് ഈ പറയുന്ന പാകിസ്ഥാൻ വഴി ഈ സിമെന്റിന്റെ ട്രാൻസ്പോർട്ടേഷൻ ഉണ്ടായിരുന്നു. പാകിസ്ഥാൻ അന്ന് അത് സ്റ്റോപ്പ് ചെയ്ത് വെച്ചു. പിന്നീട് നമ്മൾ ദുബായ് വഴിയൊക്കെയാണ് ഈ പറയുന്ന സിമെന്റിന്റെ ട്രാൻസ്പോർട്ടേഷൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പൊ നിലവിൽ ഇന്ത്യ. അപ്പോൾ നമ്മുടെ ഈ LPG പോലെയൊക്കെ തന്നെ അത്രത്തോളം ഇമ്പോർട്ടൻ്റ് അല്ല, കാരണം LPG ഒക്കെ ഒരു ദിവസം കിട്ടാണ്ടായാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷെ സിമെന്റും അത്രത്തോളമൊക്കെ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു സാധനം തന്നെയാണ്, കാരണം കൺസ്ട്രക്ഷനിൽ അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ഉള്ള ഒരു സാധനം. സിമെന്റ് ഹാസ് ബിക്കം എ കമോഡിറ്റി ഓഫ് നാഷണൽ നെസസിറ്റി ഫോർ എനി കൺട്രി നെക്സ്റ്റ് ടു അയൺ ആൻഡ് സ്റ്റീൽ. ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ കോൺക്രീറ്റ് ആൻഡ് റീഇൻഫോഴ്സ്ഡ് കോൺക്രീറ്റ്, ഇൻ പ്ലാസ്റ്ററിംഗ് ആൻഡ് ഇൻ ദ കൺസ്ട്രക്ഷൻ ഓഫ് ബ്രിഡ്ജസ്, ഡാംസ് ആൻഡ് ബിൽഡിംഗ്സ്. അപ്പോൾ നമ്മുടെ ഈ സിമെന്റ് എന്ന് പറയുന്ന സാധനം ഇല്ല എങ്കിൽ നമ്മുടെ നിലവിലുള്ള ഒരു രീതിയിലുള്ള ഒരു കൺസ്ട്രക്ഷൻ നമുക്ക് പോസിബിൾ അല്ല. അപ്പോൾ ഈ കാര്യങ്ങളാണ് നമ്മുടെ ഈ സിമെന്റിനെ പറ്റിയുള്ളത്. അപ്പോൾ സിമെന്റിനെ പറ്റി ഉള്ള മെയിനായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, സിമെന്റിന്റെ കോൺസ്റ്റിറ്റ്യുവൻസ് നോക്കി വെക്കുക, അതേപോലെ തന്നെ സിമെന്റിന്റെ സെറ്റിങ്ങിനെ പറ്റി ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക, അതിന്റെ വർക്കിംഗ് ഓർത്ത് വെച്ചിരിക്കുക. വേറൊന്നുമല്ല, ഹൈഡ്രേഷൻ പ്രോസസ്സ് അത് ഓർത്ത് വെച്ചിരുന്നാൽ മതി. അതേപോലെ തന്നെ ജിപ്സം ആഡ് ചെയ്യുന്നതിനെ പറ്റിയുള്ള കാര്യം, ജിപ്സം എന്തിനാണ് ആഡ് ചെയ്യുന്നതെന്ന്. പെട്ടെന്ന് നമ്മൾ എക്സാം ഹാളിൽ ഇരിക്കുന്ന സമയത്ത് വിചാരിക്കും ജിപ്സം ആഡ് ചെയ്യുന്നത് ഈ പറയുന്ന പെട്ടെന്നാക്കാനാണ്, പെട്ടെന്ന് സെറ്റ് ആവാൻ വേണ്ടിയാണ്, അല്ലെങ്കിൽ അതിന്റെ ഹാർഡ്നെസ് കൂട്ടാനാണ്, അങ്ങനെയൊക്കെ ചിലപ്പോൾ വിചാരിക്കും. ഹാർഡ്നെസ് കൂട്ടാൻ തന്നെയാണ്, പക്ഷേ
റേറ്റ് സ്ലോ ഡൗൺ ആണ്. ഹൈഡ്രേഷൻ്റെ റേറ്റ് കുറയ്ക്കാനും അതേപോലെ തന്നെ സിമെൻറ്റിൻ്റെ സെറ്റിങ്ങിൻ്റെ റേറ്റ് അല്ലെങ്കിൽ സ്പീഡിൻ്റെ റേറ്റ് കുറയ്ക്കാൻ വേണ്ടിയാണ് ജിപ്സം ആഡ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഏറ്റവും മേജർ ആയിട്ടുള്ള കമ്പണൻറ്റ് കാൽഷ്യം ഓക്സൈഡ് ആണ്. കാൽഷ്യം ഓക്സൈഡ് അപ്രോക്സിമേറ്റ്ലി പകുതിയോളം കാൽഷ്യം ഓക്സൈഡ് ആണ് വരുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് ഓർത്തിരിക്കുക. അതേപോലെ തന്നെ സിലിക്കൺ ഓക്സൈഡും മഗ്നീഷ്യം ഓക്സൈഡും അലുമിനിയം ഓക്സൈഡും എല്ലാം ഇതിൻ്റെ കോൺസ്റ്റിറ്റ്യുവൻസ് ആണ്. വളരെ കുറച്ച് പെർസെൻറ്റേജ് മാത്രമേ ഉള്ളൂ, എന്നാലും അതിൻ്റെ കോൺസ്റ്റിറ്റ്യുവൻസ് ആണ്. അപ്പോൾ ഇനി അടുത്തത് നമുക്ക് പെയിൻറ്റിനെ പറ്റി നോക്കാം. പെയിൻറ്റ് നമുക്ക് ഏകദേശം കുറേയൊക്കെ കാര്യങ്ങളൊക്കെ നമുക്കറിയാവുന്നുള്ള ഇമൽഷൻസിനെ പറ്റിയും അതേപോലെ ടർപ്പൻറ്റൈൻ ഇതിനെ പറ്റിയൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ പെയിൻറ്റ്സ്, പ്രൈമറി കോൺസ്റ്റിറ്റ്യുവൻസ്, ബൈൻഡേഴ്സ് ആൻഡ് സോൾവെൻറ്റ്. പെയിൻറ്റ് എന്താണെന്നൊക്കെ നമുക്ക് അറിയാവുന്ന സാധനം തന്നെയാണ് അല്ലേ, നമ്മളൊക്കെ പെയിൻ്റൊക്കെ കണ്ടിട്ടുള്ള സംഭവം തന്നെയാണ്. പക്ഷേ നമ്മുടെ ഈ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ വരുന്ന സമയത്ത് കുറേ കൂടെ കാര്യങ്ങൾ നമുക്ക് പഠിക്കണം. പെയിൻറ്റിൻ്റെ ഏറ്റവും മേജർ ആയിട്ടുള്ള ഒരു കമ്പണൻ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പെയിൻറ്റിൻ്റെ ഏറ്റവും മേജർ ആയിട്ടുള്ള കമ്പണൻ്റ് എന്ന് പറയുന്നത് അതിൻ്റെ ഒരു ബേസാണ്. ബേസ് മാത്രമല്ല, ഈ ഒരു മിക്സ്ചറിൽ, അതായത് മെക്കാനിക്കൽ മിക്സ്ചറാണ്. മെക്കാനിക്കൽ മിക്സ്ചർ അതെന്താണെന്ന് പറയാം. മെക്കാനിക്കൽ മിക്സ്ചർ, പെയിൻറ്റ് is defined technically as a mechanical mixture. മെക്കാനിക്കൽ മിക്സ്ചർ എന്ന് പറഞ്ഞാൽ ഒരു കെമിക്കൽ റിയാക്ഷൻ്റെ സഹായത്തോടെയല്ല, പകരം ഒരു ഫിസിക്കൽ പ്രോസസ്സിൻ്റെ സഹായത്തോടെ പല കമ്പണൻസ് ഒരുമിച്ച് ചേർത്ത് എടുക്കുന്നതിനെയാണ് ഈ മെക്കാനിക്കൽ മിക്സ്ചർ എന്ന് പറഞ്ഞാൽ. വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം, ഇതിനെ നമുക്ക് മിക്സ്ചേഴ്സിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഹോമോജീനിയസ് മിക്സ്ചർ, ഹെട്രോജീനിയസ് മിക്സ്ചർ, ഇതൊക്കെ നമുക്ക് അറിയാവുന്നുള്ള. ഹോമോജീനിയസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്തുള്ള എല്ലാ കോൺസ്റ്റിറ്റ്യുവൻസും ഒരേപോലെ ആയിരിക്കും, നമുക്ക് വ്യത്യാസം മനസ്സിലാക്കാൻ സാധിക്കുകയില്ല അല്ലേ. പക്ഷേ ഹെട്രോജീനിയസ് എന്ന് പറഞ്ഞാൽ നമുക്ക് അതിനകത്തുള്ള കോൺസ്റ്റിറ്റ്യുവൻസ് തരം തിരിക്കാൻ പറ്റും. സേ ഫോർ എക്സാമ്പിൾ, നമ്മുടെ ചോക്ക് അല്ലെങ്കിൽ നമ്മുടെ വാട്ടറിൽ കുറച്ച് ചോക്ക് നമ്മൾ മിക്സ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ ചോക്കിൻ്റെ എലിമെൻറ്റ്സ് അവിടെ എവിടെയായിട്ട് കാണാൻ ഒക്കെ സാധിക്കും. അതേപോലെ തന്നെ ഇപ്പോൾ ചില സാധനങ്ങൾ, ഇപ്പോൾ സേ ഫോർ എക്സാമ്പിൾ നമ്മുടെ വെള്ളത്തിൽ നമ്മൾ പഞ്ചസാര മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ കോൺസ്റ്റിറ്റ്യുവൻസി സെപ്പറേറ്റ് ചെയ്ത് കാണാൻ പാടാണ്. അപ്പോൾ അതൊരു ഹോമോജീനിയസ് മിക്സ്ഡ് ആയിട്ടാണ് അവിടെ ആക്ട് ചെയ്യുന്നത്. പക്ഷേ നേരത്തെ പറഞ്ഞ ചോക്ക് വെള്ളത്തിൽ ലയിപ്പിച്ചാലുള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതൊരു ഹെട്രോജീനിയസ് മിക്സ്ചറാണ്. ഈ പറയുന്ന പെയിൻറ്റും ഒരു ഹെട്രോജീനിയസ് മിക്സ്ചറാണ്. പെയിൻറ്റ് എന്ന് പറയുന്ന ഹോമോജീനിയസ് അല്ല, ഹെട്രോജീനിയസ് മിക്സ്ചറാണ്. അതായത് പെയിൻറ്റിൻ്റെ അകത്തുള്ള കോൺസ്റ്റിറ്റ്യുവൻസ് നമുക്ക് തരം തിരിച്ച് മനസ്സിലാവാൻ സാധിക്കും. ഒരു ഫിസിക്കൽ പ്രോസസ്സ് വഴിയാണ്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫിസിക്കൽ പ്രോസസ്സ് വഴിയായിരിക്കും അതെല്ലാം കൂടെ മിക്സ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഒരു മിക്സ്ചറിനെയാണ് മെക്കാനിക്കൽ മിക്സ്ചർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ബേസ്, വെഹിക്കിൾ, ഇതിനെ പറ്റിയൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. ബേസ്, വെഹിക്കിൾ, പിഗ്മെന്റ്സ്, ഡ്രയേഴ്സ്, തിന്നേഴ്സ്, ഇതെല്ലാം ഉള്ള ഒരു മെക്കാനിക്കൽ മിക്സ്ചറാണ് പെയിന്റ് എന്ന് പറയുന്നത്. ബേസും വെഹിക്കിളും അതേപോലെ ഡ്രയേഴ്സും തിന്നേഴ്സും എല്ലാം, അതേപോലെ തന്നെ കളർ നൽകുന്ന പിഗ്മെന്റ്സും എല്ലാം കൂടെ ചേരുന്ന ഒരു ഹെട്രോജീനിയസ് മിക്സ്ചർ അഥവാ മെക്കാനിക്കൽ മിക്സ്ചറാണ് നമ്മുടെ പെയിന്റ് എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ പെയിന്റ് ലിക്വിഡ് ഫോമിലാണ്. പക്ഷേ നമ്മുടെ ഈ പറയുന്ന പെയിന്റ് ഏതെങ്കിലുമൊക്കെ സർഫസിൽ അപ്ലൈ ചെയ്ത് കഴിയുന്ന സമയത്ത്, അതായത് നമ്മുടെ ഇപ്പം നമ്മുടെ പെയിന്റ് ബോട്ടിലിൻ്റെ അകത്ത് ഇരിക്കുന്ന ലിക്വിഡ് ആയിട്ടുള്ള പെയിന്റ് നമ്മൾ ചുവരിലെടുത്ത് അടിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് ലിക്വിഡ് ഫോമിലല്ല, അത് സോളിഡ് ഫോമിലോട്ട് മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഓരോ കോൺസ്റ്റിറ്റ്യുവൻസിനെ പറ്റി നമുക്ക് ഇനി അടുത്ത് പഠിക്കാം. ആദ്യത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോൺസ്റ്റിറ്റ്യുവൻ്റ് ആണ് ബേസ്. ശരിക്കും പറഞ്ഞാൽ ഈ പെയിന്റിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗം ഏതാണെന്ന് ചോദിച്ചാൽ ബേസ് ആണ്. ഈ ബേസിലാണ് ബാക്കി സാധനങ്ങളെല്ലാം നമ്മൾ ആഡ് ചെയ്യുന്നത്. ഈ ബാക്കി സാധനങ്ങൾ എന്ന് പറയുമ്പോൾ വെഹിക്കിളും അതേപോലെ തന്നെ കളർ നൽകുന്ന പിഗ്മെന്റ്സും ഉണങ്ങാനുള്ള ഡ്രയേഴ്സും അതേപോലത്തെ തിന്നിങ് ചെയ്യാൻ വേണ്ടി അതായത് പെയിന്റ് കുറച്ചുകൂടെ തിന്നാക്കാൻ വേണ്ടിയുള്ള തിന്നേഴ്സും എല്ലാം ചേർക്കുന്നത് ഈ ബേസിലാണ്. മേജർ കണ്ടന്റ് ബേസ് ആണ്. സോളിഡ് സബ്സ്റ്റൻസ് ഇൻ എ ഫൈൻ സ്റ്റേറ്റ് ദാറ്റ് ഫോംസ് ദ ബൾക്ക് ഓർ ബോഡി ഓഫ് ദ പെയിന്റ്. ഇറ്റ് മേക്സ് ദ പെയിന്റ് ഫിലിം ഒപ്പേക്ക്, ഹാർഡർ ആൻഡ് എലാസ്റ്റിക്. ശരിക്കും പറഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏറ്റവും പ്രൈമറി ആയിട്ടുള്ള കമ്പണൻ്റ് ആണ് നമ്മുടെ ബേസ് എന്ന് പറയുന്നത്. ഇതെല്ലാം പ്രൈമറി കോൺസ്റ്റിറ്റ്യുവൻസ് തന്നെയാണ്. ഈ പ്രൈമറി കോൺസ്റ്റിറ്റ്യുവൻസിൽ തന്നെ ഏറ്റവും ആദ്യത്തെ കോൺസ്റ്റിറ്റ്യുവൻ്റ് എന്ന് പറയുന്നതാണ് ബേസ്. അപ്പോൾ ഇതാണ് ശരിക്കും ഈ ബേസ് ആണ് നമ്മുടെ ഒപ്പേക്ക് ആക്കുന്നത്, നമ്മുടെ പെയിന്റിനെ ഒപ്പേക്ക് ആക്കുന്നത്. ഇപ്പോൾ ചില പെയിന്റുകളുണ്ട്, നമുക്കറിയാം വാർണിഷ് ഒപ്പേക്ക് അല്ല. അതായത് വാർണിഷ് ട്രാൻസ്പെറൻ്റ് അല്ലേ, വാർണിഷ് ട്രാൻസ്പെറൻ്റ് ആണ്. പക്ഷെ വാർണിഷും നമ്മൾ പെയിന്റിൻ്റെ കൂടെ വരുന്ന ഒരു സാധനമാണല്ലോ വാർണിഷും. അങ്ങനെയാണ് എങ്കിൽ വാർണിഷിൽ ബേസ് ഇല്ലേ? വാർണിഷിൽ ബേസ് ഇല്ല കേട്ടോ, വാർണിഷിൽ ബേസ് ഇല്ല. അതുകൊണ്ടാണ് നമ്മൾ
അത് ട്രാൻസ്പെറൻ്റ് ആയിരിക്കുന്നത്. ബേസ് ഉള്ള ഒരു പെയിന്റ് എപ്പോഴും എന്തായിരിക്കും? ഒപ്പേക്ക് ആയിരിക്കും അല്ലെ? നമ്മുടെ പെയിന്റിന്റെ അപ്പുറത്തേക്ക് നമുക്ക് ഏതെങ്കിലും ഒരു സർഫസിൽ നമ്മൾ പെയിന്റ് അടിച്ചാൽ അതിൽ കൂടെ അപ്പുറത്ത് കാണാൻ പറ്റത്തില്ലല്ലോ, അത് ഒപ്പേക്ക് ആയിട്ടല്ലേ ഇരിക്കുന്നത്. അതേപോലെ തന്നെ ഹാർഡ് ആൻഡ് എലാസ്റ്റിക് ഈ പ്രോപ്പർട്ടീസ് എല്ലാം നൽകുന്നുണ്ട്. ഇനി പല ടൈപ്പ് ഓഫ് ബേസുകളുണ്ട്, പല തരത്തിലുള്ള ബേസുകളുണ്ട്. ഓരോ ബേസുകളെ പറ്റി നമുക്ക് അടുത്ത് നോക്കാം. ആദ്യത്തേത് വൈറ്റ് ലെഡ്. വൈറ്റ് ലെഡ് ഈ പറയുന്ന നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ബേസാണ്, കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ബേസാണ്. ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് ടിമ്പർ സർഫസസിലാണ്. നമുക്കറിയാം ഈ തടിയുടെ പുറത്തടിക്കുന്ന പെയിന്റ് അല്ല നമ്മൾ ചെവരിൽ അടിക്കുന്ന പെയിന്റ്. പിന്നെ അതിൽ തന്നെ ഈ ചെവരിൽ തന്നെ പല വ്യത്യാസങ്ങളുണ്ട്. എക്സ്റ്റീരിയർ പെയിന്റ് അല്ല നമ്മുടെ ഇന്റീരിയറിൽ അടിക്കുന്നത്. അതേപോലെ തന്നെ ടെറാക്കോട്ട് പെയിന്റ് ഉണ്ട്, അതായത് വാട്ടർ പ്രൂഫ് ഡാം പ്രൂഫ് പെയിന്റുകളുണ്ട്. അപ്പം അങ്ങനെ പല ടൈപ്പ് ഓഫ് പെയിന്റുകൾ ഇന്ന് അവൈലബിൾ ആണ്. അതിൻ്റെ ഒരു വ്യത്യാസങ്ങൾ അല്ലെങ്കിൽ ഞാനിപ്പോൾ പറഞ്ഞില്ലേ, എക്സ്റ്റീരിയർ പെയിന്റ് ഉണ്ട്, ഇത് നമ്മുടെ ഡാം പ്രൂഫ് പെയിന്റ് ഉണ്ട്, അതേപോലെ തന്നെ കൊറോസീവ് റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള പെയിന്റ്, അതായത് ഈ പെട്ടെന്ന് തുരുമ്പെടുക്കുന്ന സർഫസുകളിൽ അടിക്കുന്ന പെയിന്റുകളുണ്ട്. അപ്പം അങ്ങനെയുള്ള പല ടൈപ്പ് ഓഫ് പെയിന്റുകൾ ഇന്ന് നമുക്ക് അറിയാം, നമുക്ക് കുറേയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാകും അല്ലെങ്കിൽ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഈ വ്യത്യാസങ്ങളെല്ലാം ഉണ്ടാക്കുന്നതിൽ പകുതി പങ്കുള്ള ആളാണ്, അല്ലെങ്കിൽ പകുതിയല്ല ഒരു 3/4 പങ്കുള്ള ആളാണ് നമ്മുടെ ഈ ബേസ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ അടുത്ത റെഡ് ലെഡിനെ പറ്റി പഠിക്കും. ഈ റെഡ് ലെഡ് ബേസ് ആക്കി ഉണ്ടാക്കുന്ന പെയിന്റുകളുണ്ട്. ആ പെയിന്റുകളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കൊറോഷൻ തടയും, ഭയങ്കരമായി കൊറോഷൻ തടയുന്ന ബേസ് ആണ് റെഡ് ലെഡ്. ഇപ്പോൾ വൈറ്റ് ലെഡ് ആണ് എങ്കിൽ ടിമ്പറിലാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. വൈറ്റ് ലെഡ്, the preferred base for timber surfaces due to its high adhesive capacity. എല്ലാത്തിനും adhesive capacity ഉണ്ട്, കാരണം എല്ലാം ഈ പറയുന്ന ഒരു ഗം പ്രോപ്പർട്ടി അല്ലെങ്കിൽ adhesive പ്രോപ്പർട്ടി ഒട്ടുമിക്ക ബേസുകൾക്കും ഉണ്ട്. though it can discolor in sulfurous atmosphere. ഇതാണ് വേറൊരു പ്രശ്നം. ഈ പറയുന്ന വൈറ്റ് ലെഡിന്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ സൾഫറസ് അറ്റ്മോസ്ഫിയറിൽ കളർ ചേഞ്ച് സംഭവിക്കും. അതാണ് ഈ പറയുന്ന വൈറ്റ് ലെഡിന്റെ ഒരു പ്രശ്നം. ബാക്കി നല്ല സാധനമാണ്, ടിമ്പർ സർഫസിലാണ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത്. ഇനി അടുത്ത റെഡ് ലെഡിലേക്ക് വരുവാണെങ്കിൽ, റെഡ് ലെഡിന്റെ മെയിൻ കാര്യം നമ്മൾ പറഞ്ഞായിരുന്നു, ആന്റി കൊറോഷൻ പ്രോപ്പർട്ടിയാണ് റെഡ് ലെഡ് ബേസ് ആക്കിയുള്ള പെയിന്റുകളിലുള്ളത്. റിക്കഗ്നൈസ് ഫോർ സുപ്പീരിയർ ആന്റി കൊറോസീവ് പ്രോപ്പർട്ടി. ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡ് ആണ്. ഇറ്റ് ഈസ് ദ ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡ് ഫോർ പ്രൈമിംഗ് സ്ട്രക്ചറൽ സ്റ്റീൽ ആൻഡ് അയൺ വർക്ക്സ്. അയൺ വർക്ക്സ് അതേപോലെ തന്നെ സ്റ്റീലിലൊക്കെ പ്രൈമറായിട്ട്, അതായത് ഫസ്റ്റ് റൗണ്ടിൽ അടിക്കുന്ന പെയിന്റുകൾ റെഡ് ലെഡ് ബേസ് ചെയ്തിട്ടുള്ള പെയിന്റുകളാണ്. ഇനി അടുത്തതാണ് സിങ്ക് ഓക്സൈഡ്. സിങ്ക് ഓക്സൈഡിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ സൾഫറസ് അറ്റ്മോസ്ഫിയറിന് ഒരു കുഴപ്പം ഉണ്ടാക്കുന്നില്ല. സൾഫർ അറ്റ്മോസ്ഫിയറിൽ വരുന്ന സമയത്ത് നമ്മുടെ പെയിന്റ് ഡാർക്കൺ ആവും. ആ ഒരു പ്രശ്നം സിങ്ക് ഓക്സൈഡ് ബേസ് ആക്കി ഉണ്ടാക്കിയ പെയിന്റുകൾക്കില്ല. സിങ്ക് ഓക്സൈഡ് അഥവാ സിങ്ക് വൈറ്റ് ഫോംസ് എ ഹാർഡ് എലാസ്റ്റിക് ഫിലിം ആൻഡ് ഇസ് റെസിസ്റ്റന്റ് ടു സൾഫർ ഇൻഡ്യൂസ്ഡ് ഡാർക്കനിങ്. അതാണ് ഒരു വ്യത്യാസം. പിന്നെ ടൈറ്റാനിയം ഡയോക്സൈഡിലേക്ക് വരുവാണ് എങ്കിൽ നമുക്ക് കുറെ കൂടെ ട്രാൻസ്പെറൻസി നൽകും. ടൈറ്റാനിയം ഡയോക്സൈഡ് ഉള്ള അല്ലെങ്കിൽ അത് ബേസ് ആക്കി വെച്ചിരിക്കുന്ന പെയിന്റ്സ് ആണെങ്കിൽ നമുക്ക് ട്രാൻസ്പെറൻസി കിട്ടും. ബാക്കിയുള്ള ഒട്ടുമിക്ക സാധനങ്ങളും ഒപ്പേക്കാണ്, നമുക്ക് അതിൽ കൂടെ കാണാൻ സാധിക്കത്തില്ല. നമ്മൾ നേരത്തെ വാർണിഷിന്റെ കേസ് പറഞ്ഞില്ലേ, അപ്പൊ അതേപോലെ പ്രൊവൈഡ്സ് ദ ഹയസ്റ്റ് ഡിഗ്രി ഓഫ് ഒപ്പേസിറ്റി ആൻഡ് വൈറ്റ്നസ്. ഇപ്പോൾ വാർണിഷ് പോലെയുള്ള ആ ഒരു പ്രോപ്പർട്ടിയാണ് നമ്മുടെ ടൈറ്റാനിയം ഡയോക്സൈഡിൽ വരുന്നത്. അപ്പോൾ നന്നായി പഠിക്കുക. താങ്ക്